ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡീസ് വേൾഡ്. ഇത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കേക്കാണ്. ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ശരി, ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അതിലേക്കായിട്ട് ആദ്യം വേണ്ടുന്നത് നമുക്ക് കേക്ക് ടിന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം. സൈഡ്സിലും ബോട്ടത്തിലും എല്ലാം ഓയിൽ സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം അല്പം മൈദാമാവ് ഇട്ടിട്ട് പാത്രം മുഴുവനും ഈവനായി സ്പ്രെഡ് ചെയ്യണം. ഇത് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എക്സസ് ആയി വരുന്ന മാവിനെ തട്ടിക്കളയാം. അപ്പോൾ മാവ് മുഴുവനും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പൈനാപ്പിൾ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയോളമുണ്ട്. അതിനെ നമുക്കൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വേറെ അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് തയ്യാറാക്കണം. അതിലേക്കായിട്ട് ഞാൻ 1.5 കപ്പ് മൈദാ മാവാണ് എടുക്കുന്നത്. ഇത് 250 ml കപ്പാണ്. ഇതിന് 1.5 കപ്പ് മാവ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ട് ബാക്കി കാണിക്കും. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് പാർട്ട് റെഡിയാക്കാം. അപ്പോൾ വെറ്റ് പാർട്ടിനായിട്ട് ഞാൻ മിക്സിയിലെ ജാർ എടുത്തു. അതിലേക്ക് 2 മുട്ട ഒഴിക്കുന്നു. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര, നമ്മൾ മാവെടുത്ത കപ്പിൽ തന്നെയാണ് 250 ml 1 കപ്പിൽ. അപ്പോൾ 1 കപ്പ് പഞ്ചസാര. ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം ആദ്യം. അപ്പോൾ മുട്ടയും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് ആണ് ഞാനിവിടെ ചേർക്കുന്നത്. 1/4 കപ്പ് ഓയിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മതി. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ബട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിലും 1/4 കപ്പ് ബട്ടർ. അപ്പോൾ വെറ്റ് പാർട്ടും റെഡി ആയിട്ടുണ്ട്. അതിനെ ഞാനൊരു ബൗളിലേക്ക് എടുത്തു. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചെടുത്ത് വെച്ചിരുന്ന പൈനാപ്പിളിന്റെ പൾപ്പ്, അത് ഒരു 1/2 കപ്പ് ചേർക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഡ്രൈ പാർട്ട് അത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാം. കുറേശ്ശെ ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മാവ് മുഴുവനും മിക്സ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അധികം ലൂസും അല്ല, നല്ല തിക്കും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കേണ്ടത്. ഇനി ഇതിനെ നമുക്ക് കേക്ക് ടിന്നിലോട്ട് എടുക്കാം. നേരത്തെ കേക്ക് ടിന്ന് ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എടുക്കാം. ഫുള്ളും ഒഴിക്കരുത്, കേക്ക് ടിന്ന് ഫുള്ളാവരുത്. ഇതിപ്പോൾ ഇവിടെ ഒരു ഹാഫ് പോർഷൻ ആകാനുള്ള മാവേ ഉള്ളൂ. ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളയണം. മതിയാവും. ഇനി ഞാനൊരു പോട്ടാണ് എടുക്കുന്നത്. അത് ഞാനൊരു 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി അതിലേക്ക് നമ്മുടെ കേക്ക് ടിന് പതുക്കെ ഇറക്കി വെക്കാം. നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഒരു 40 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ഓവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് തന്നെയാണ്. അതും ഇതുപോലെ ഓവനും ഇതുപോലെ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം കേക്ക് ടിന് അതിലോട്ട് വെക്കാനായിട്ട്. അപ്പം ഞാനിത് ഗ്യാസിൽ വെക്കുകയാണ്. 40 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാവുള്ളൂ. ഇതിനിടയിൽ വെച്ച് തുറന്ന് നോക്കിയാൽ ഈ പൊങ്ങി വരുന്ന ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോകും. അതുകൊണ്ട് 40 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോഴേക്ക് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പോൾ കേക്ക് ഇവിടെ ഇരുന്ന് ബേക്ക് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു പൈനാപ്പിളിൻ്റെ ജാം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൾപ്പിൻ്റെ ബാക്കി പോർഷൻസ് ഒഴിക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. ഇതിൽ അല്പം ഒന്ന് തിക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ഡ്രോപ്പ് ലെമൺ യെല്ലോ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ജാമിന് നല്ല കളറ് കിട്ടും. അല്ലെങ്കിൽ അത്യാവശ്യം കളറുണ്ട്, എന്നാലും കുറച്ചുകൂടി നല്ല കളറാവും. 1 ഡ്രോപ്പ് മതിയാവും. ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോയുടെ ആവശ്യം വരുന്നില്ല. ആദ്യം പൈനാപ്പിളിൻ്റെ പൾപ്പ് എടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞ് പൈനാപ്പിൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് അതിൻ്റെ പൾപ്പ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഫുഡ് കളർ ചേർത്താൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജാമിൻ്റെ ഒരു കളർ കിട്ടും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ പൈനാപ്പിൾ ജാമും റെഡി ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്കിന് വേണ്ടുന്ന വിപ്പിംഗ് ക്രീം അത് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഈ ബൗളും നമ്മുടെ ഈ ബ്ലെൻഡറും ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് വേണം എടുക്കാൻ. എന്നാലേ വിപ്പ് ക്രീമിന് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു 4 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് പോർഷൻസ് എടുത്തിട്ട് നമുക്ക് യെല്ലോ ഫുഡ് കളർ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2 ഡ്രോപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു സ്ലൈറ്റായിട്ട് യെല്ലോ കളർ കിട്ടിയിട്ടുണ്ട്, മതിയാകും. ഇനി നമുക്ക് ഈ 2 ക്രീമിനെയും ഒരു 15 മിനിറ്റോളം ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 40 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ശരി, ഇനി നമുക്കിതിനെ തണുത്തതിന് ശേഷം 2 പീസാക്കി കട്ട് ചെയ്യാം. ഇപ്പോൾ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് ലെവൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരല്പം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിനെ 2 പോർഷൻ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടോയിനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ എക്സാക്റ്റ് മിഡിൽ പോർഷനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നൂല് നന്നായിട്ട് കെട്ടിയിട്ട് ഇതുപോലെ എടുത്താൽ മതിയാവും. നമുക്ക് 2 പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു പോർഷനെ ഞാൻ മാറ്റി വെച്ചു.
അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു റൊട്ടേറ്റിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. ഒരല്പം ക്രീം വെച്ചതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയർ എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് സൊല്യൂഷൻ. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇത് ഒരു 1/2 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിൽ അലിയിപ്പിച്ചെടുത്തതാണ്, ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ കേക്ക് കുറച്ചുകൂടെ അങ്ങ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പം എല്ലാ സ്ഥലത്തും ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ ജാം ഉണ്ടല്ലോ, അതിനെ ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ആവത്തക്ക രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. നമ്മുടെ ക്രീമും ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഇപ്പോൾ ഇനി അതിൻ്റെ സൈഡ്സിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുക്കാം. അതിനകത്തേക്ക് ചെറിയ ഒരു നോസിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വിപ്പിംഗ് ക്രീമിൽ യെല്ലോ കളറ് ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ശരി, ഞാനിത് അവിടെ ഒരുവിധമൊക്കെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഈ കേക്കിനെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ ക്രീം കേക്ക് റെഡി. ഞാനിതൊന്ന് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞുതരാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പൈനാപ്പിൾ കേക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇനിയൊരു റെസിപ്പിയുമായി വരുന്നതിലേക്കും ബൈ.